മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം നമ്മളെല്ലാവരും വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന, ഒരുപക്ഷെ മറ്റൊരു വിശേഷണങ്ങളും ആവശ്യമില്ലാതെ തന്നെ ബഹുമാന്യരായ രാഷ്ട്രപതിക്ക് ഒരു ജനകീയ മുഖമുണ്ട് എന്ന് രാജ്യത്തെ ജനങ്ങൾക്കും ലോകത്തെ ജനങ്ങൾക്കും മനസ്സിലാക്കി തന്ന അബ്ദുൽ കലാം, ബഹുമാന്യനായ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു പ്രതിമ കൂടി ഇവിടെ സ്ഥാപിക്കണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രതിമ നിർമ്മിക്കുന്നതിന് നഗരസഭ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരുള്ള നമ്മുടെ ബഹുമാന്യനായ ശ്രീ ഉണ്ണിക്കാനായിയോട് ആവശ്യം ഉന്നയിക്കുന്നത്. നമ്മുടെ നഗരത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിമകൾ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയെല്ലാം വന്നിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. നഗരസഭയ്ക്ക് വേണ്ടി തന്നെ മറ്റ് പ്രതിമകൾ കൂടി അദ്ദേഹം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മളോട് പൂർണ്ണമായി സഹകരിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയുമൊക്കെ, ആ കിട്ടിയിട്ടുള്ള അത്തരം കഴിവും ശേഷിയുമൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുന്ന ശ്രീ ഉണ്ണിക്കാനയോട് ഇത്തരത്തിലൊരു ആവശ്യം നമ്മൾ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് വേണ്ടി സാധിച്ചു. ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ സംഘം പല ഘട്ടങ്ങളിലായി അവിടെ വിസിറ്റ് ചെയ്ത് അവിടെ സന്ദർശിച്ച് പ്രതിമ അവസാന ഘട്ടത്തിലേക്ക് പണിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചു. ഈ പരിപാടി നമ്മൾ മറ്റൊരു ദിവസം ഇതിനു മുൻപ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. കനത്ത മഴയെ കാരണമൊക്കെ നമുക്കിത് മാറ്റിവെക്കേണ്ടി വന്നതാണ്. അതിനുശേഷമാണ് അദാലത്ത് തീരുമാനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം ഈ പരിപാടി സംഘടിപ്പിച്ചാൽ കുറച്ചുകൂടി എല്ലാവർക്കും എത്തിച്ചേരാൻ എളുപ്പമായിരിക്കുമെന്ന് നഗരസഭ മനസ്സിലാക്കി ഇത്തരത്തിലൊരു പരിപാടി ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇന്ന് 3 ഇടങ്ങളിലാണ് അദാലത്തുള്ളത്. ഇതിലിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം. കഴിഞ്ഞ 2 ദിവസമായി തുടങ്ങിയ അദാലത്ത് ആദ്യത്തെ ദിവസം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് ഇന്നലെയും നന്നായി പൂർത്തീകരിക്കാൻ സാധിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 വീതം സോണലുകളിലാണ് അദാലത്തുകൾ നടന്നിരുന്നത്. എന്നാൽ ഇന്ന് 3 സോണലുകളിലാണ് അദാലത്ത് നടന്നത്. വളരെ രാവിലെ മുതൽ അദാലത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നഗരസഭയുടെ ഉദ്യോഗസ്ഥരടക്കമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമ്പോൾ പൊതുവേ നമ്മുടെ സ്ഥിതി നമുക്കറിയാം. നമ്മളൊരു നിയമത്തിൻ്റെ സാഹചര്യത്തിലാണ്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനമാകട്ടെ, മറ്റ് ചില ആനുകൂല്യങ്ങളാകട്ടെ, അതെല്ലാം ഒരു നിയമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ പോലും KMPR പ്രകാരമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടത്തേക്ക് പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ പൂർണ്ണമായും അത്തരം നിയമങ്ങൾ പലപ്പോഴും റോഡ് വികസനത്തിന് വേണ്ടി അടക്കം സ്ഥലം വിട്ടുകൊടുത്തതിന് ശേഷം പൂർണ്ണമായ നിയമങ്ങളെല്ലാം പാലിച്ച് പലപ്പോഴും അത്തരം നിർമ്മാണങ്ങളടക്കം നിർവഹിക്കുന്നതിന് നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കാറില്ല. അതിൽ ഭൂരിപക്ഷം വരുന്നതും വാസഗൃഹമാണ്. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പ്ലോട്ടിനകത്ത് ചെറിയൊരു വീട് നിർമ്മിച്ച് അങ്ങനെ താമസിക്കുമ്പോഴും നമ്പർ കിട്ടാത്ത അടക്കമുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്നത്. അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, എല്ലാ വിഷയത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ അദാലത്ത് തുടങ്ങിയതിന് ശേഷം ചെയർമാൻ പറഞ്ഞു, ഓരോ ജീവനുകളും ഓരോ മനുഷ്യരും അവരുടെ സങ്കടം എന്ന് പറഞ്ഞ് അതിൽ മാനുഷികമായ പരിഗണനയടക്കം അദാലത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക തീരുമാനമടക്കം കേട്ടുകൊണ്ട് അവരെല്ലാം സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അതിൽ ഭൂരിഭാഗവും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വീടിന് നമ്പർ കിട്ടാത്തതും അത്തരം വിഷയങ്ങളാണ്. അവരെല്ലാം ഈ സന്തോഷം കണ്ട് ഈ അദാലത്തിൽ തീരുമാനമെടുത്ത് അനുകൂലമായ തീരുമാനം ലഭിച്ചു എന്നറിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ദിവസം മുതൽ സമാധാനത്തോടു കൂടിയാണ് അവർ ഉറങ്ങുന്നത് എന്നറിയുന്നതിൽ തന്നെ ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇടപെടാനും കഴിയുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് തന്നെ ഈ പ്രദേശത്തുള്ള 3 സോണലുകൾ, കടകംപള്ളി സോണലും കഴക്കൂട്ടം സോണലിലും ആറ്റിപ്ര സോണലുകളിലും 3 സമയത്തായി ഇന്ന് വിവിധ അപേക്ഷകൾ പരിശോധിച്ച് പരിഹരിച്ച് ജനങ്ങൾക്കെല്ലാം ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നഗരസഭയ്ക്ക് സാധിച്ചു. ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുമ്പോഴും നമുക്കറിയാം ഒരു വിഭാഗം ആളുകൾ, ഈ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആളുകൾ, ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമാകേണ്ട ചില കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാം ഇതിൽ നിന്ന് വിട്ടുനിന്നു
ജനങ്ങളോട് സമരം നടത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അദാലത്ത് തുടങ്ങിയതിനു ശേഷം അവരുടെ തന്നെ സ്വന്തം വാർഡുകളിൽ ചില രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള വ്യത്യാസം കാരണം അവരുടെ തന്നെ സ്വന്തം വാർഡുകളിൽ നിന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്ന ജനങ്ങളുടെ വിഷയം പരിഹരിക്കുന്നതിന് തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി അവിടെ എത്തിച്ചേരുന്നില്ല എന്നതുപോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. അവിടെയാണ് നഗരസഭയുടെ ഭരണസമിതി എന്ന നിലയിൽ ആ വിഷയങ്ങളിലെല്ലാം നമ്മളെല്ലാം ഇടപെട്ട് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും നാം കാണുകയാണ്. അത്തരത്തിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും നഗരസഭയിൽ അദാലത്ത് നടത്തി ജനങ്ങൾക്ക് ആവശ്യമായ തീരുമാനമെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായും നമുക്ക് സാധിക്കും. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനുമൊക്കെ അഭിമാനത്തോടു കൂടി നാം കാണുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ APJ അബ്ദുൽ കലാം സാറിന്. അദ്ദേഹം ഒരു തൊഴിലാളിയായിട്ടുള്ള അച്ഛൻ്റെ മകനായി, സാധാരണ കുടുംബത്തിലെ ഒരു അമ്മയുടെ മകനായി ജനിച്ച് വളർന്ന് അദ്ദേഹത്തിൻ്റെ പഠനകാലം മുതലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. താൻ പഠിച്ച രാമേശ്വരത്തെ സ്കൂളിൽ ഉൾപ്പെടെ പലരും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് ഒരു സാഹചര്യം, പഠിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുമ്പോഴും വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് തെരുവിലിരുന്നു വരെ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ജീവിതം കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. അവിടെ നിന്നാണ് പഠിക്കുകയും ആ പഠനത്തിൻ്റെ ഭാഗമായി ജീവിത സാഹചര്യങ്ങളോട് നന്നായി സമരം ചെയ്തുകൊണ്ട് ആ പഠനത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനായി നമ്മുടെ രാജ്യവും ലോകവും കാണുന്ന പ്രശസ്തനായ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതിക്ക് ഒരു ജനകീയ മുഖമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തി തന്ന ഒരു മനുഷ്യനായി അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത്. പല അഭിമുഖങ്ങളിലും പലയിടങ്ങളിലും കുട്ടികളോടും സാധാരണ മനുഷ്യരോടും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റി പോലും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മളെല്ലാം കാണാനിടയായിട്ടുള്ളത്. അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ ഉൾപ്പെടെ താൻ ജീവിച്ച സാഹചര്യത്തെപ്പറ്റി ലോകത്തോട് സൂചിപ്പിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഉൾപ്പെടെ തുടർന്ന് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് കരുത്തായി അദ്ദേഹത്തിന് മാറാൻ വേണ്ടി സാധിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നേരത്തെ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളോട് വലിയ സ്നേഹം കാണിക്കുകയും പല ഘട്ടങ്ങളിലും ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളോട് എനിക്ക് മലയാളം മനസ്സിലാകും എന്ന് തമിഴ് കലർന്ന മലയാള ഭാഷയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് ശരിയായ സ്വപ്നമെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തി തന്ന ഇത്രയും ബഹുമാന്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ, സാധാരണ മനുഷ്യരിൽ ഒരാളായി ജീവിച്ച ബഹുമാന്യനായ APJ അബ്ദുൽ കലാം സാറിൻ്റെ പ്രതിമയുടെ സ്ഥാപനവും അതിവിടെ സ്ഥാപിച്ചുകൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു എന്നതിലുള്ള സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിപാടി മുൻപ് തീരുമാനിച്ച ദിവസം നടത്താൻ കഴിയാതെ അദാലത്തുള്ള ഈ ദിവസമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കണം. ചെയർമാൻ എല്ലാ ദിവസവും ചോദിക്കും ഇതിൻ്റെ ഉദ്ഘാടനം എന്നാണ് നടത്താൻ കഴിയുക. കാരണം ഈ ഇരിക്കുന്നതിൽ പലരും, ഇതിന് പുറമേയുള്ള പലരും എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ചൊക്കെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കുന്നവരാണ്. ഇവിടെ തൊട്ടടുത്ത് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന അകലത്തിലാണ് നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉടനെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ചായ കുടിക്കാനും അത്യാവശ്യം ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാനും ഇവിടെ വന്ന് സൗഹൃദം പുതുക്കുന്നതിനും മാത്രമല്ല ചെയർമാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം, ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഗ്രന്ഥശാലകൾ അകന്നുകൊണ്ടിരിക്കുമ്പോൾ വായനയുടെ മഹത്വം കൂടി നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുന്നിൽ APJ അബ്ദുൽ കലാം സാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, അദ്ദേഹം ഈ നാടിൻ്റെ ഭാഗമായി മാറുമ്പോൾ വായനയാണ് പ്രധാനമെന്ന് അദ്ദേഹം പോലും പറഞ്ഞു വെച്ച വായനയോട് ചേർന്ന് നിൽക്കുന്നതിന് ഒരു ലൈബ്രറി കൂടി നഗരസഭ ഇവിടെ ഒരുക്കി നൽകുന്നത്. ഇപ്പം മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു ഇവിടെ ഒരു പെർമനൻ്റായ ഒരു റൂഫിംഗ് കൂടെ വേണം. അതിന് നഗരസഭ വർക്കെടുത്ത് എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ
വായനയിലേക്ക് കൂടി പുതിയ തലമുറ ഉൾപ്പെടെയുള്ളവരെ കൈപിടിച്ചു നടത്തുന്നതിന് എല്ലാ തരത്തിലുമുള്ള പുസ്തകങ്ങൾ ഒരു സമൂഹത്തിൽ നന്നായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ മേഖലയിലുമുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന ഒരു വായനശാലയെ ഒരു ലൈബ്രറിയായി കൂടി പ്രവർത്തിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥലത്ത് സാധിക്കും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാ കാര്യത്തിലും മൊബൈലിനെ ആശ്രയിക്കുന്ന നമ്മുടെ തലമുറയെ വായനയിലേക്ക് കൂടി എത്തിക്കുന്നതിന് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നടത്തുന്ന പ്രവർത്തനത്തിന് കൂടി നഗരസഭ പിന്തുണ നൽകിക്കൊണ്ട് ഈ പരിപാടി ഇന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മുടെ ഓഫീസിൽ മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് എങ്കിൽ പോലും 6 മണി 6:30 എത്തിച്ചേരാം എന്ന് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി നമ്മളെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുന്ന പ്രവർത്തനങ്ങൾ അടുത്ത മാസം 7-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് മുട്ടത്തറയിൽ. ആ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നതിന്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഇടപെടുന്നതിന്, അതിനപ്പുറം സാംസ്കാരിക മേഖലയിൽ ഒരു ജനകീയ മുഖമായി മാറുന്നതിന്, സാംസ്കാരിക മേഖലയിൽ നിലനിർന്നിരുന്ന വിഷയങ്ങൾ ജനസമക്ഷം കൊണ്ടുവന്ന് അതിനെയെല്ലാം ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിനെ, വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടി എത്തിച്ചേരാമെന്ന് അറിയിച്ചതിലുള്ള സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ സ്വപ്നമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.